ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. നാരായണ ഭട്ടതിരിയുടെയും ശ്രീമന്നാരായണൻ്റെയും പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രീമന്നാരായണീയമാകുന്ന അക്ഷര നൈവേദ്യത്തിൻ്റെ അനുഭൂതി തലങ്ങളിലേക്ക് കടക്കാനുള്ളൊരു ശ്രമമാണ് നമ്മുടെ ഈ നാരായണീയ മധുരം എന്ന ഈ അക്ഷരസപര്യ. ഇന്ന് 18ാമത്തെ ദിവസം. ശ്രീമന്നാരായണീയം 2ാമത്തെ ദശകത്തിൽ 8ാമത്തെ ശ്ലോകം ആണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, പിന്നെ അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം, തുടർന്ന് ശ്രീഹരിയ ഭാഷാഗാനം, സമർപ്പണം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യൽ കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം, നിഷ്കാമമായി ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന നിയതസ്വധർമ്മചരണം യൽ കർമ്മയോഗാഭിധം, നിത്യനൈമിത്തികങ്ങളായിരിക്കുന്ന വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ അല്ലേ, സ്വധർമാനുഷ്ഠാനം എന്ന ആ യാതൊന്ന്, അതിനെ കർമ്മയോഗം എന്ന് പറയപ്പെടുന്നു.
കർമ്മയോഗം എന്താണ്? നിത്യനൈമിത്തിക സ്വധർമാനുഷ്ഠാനം. ഇത് കർമ്മയോഗത്തിൻ്റെ വഴിയാണ്. കർമ്മയോഗാഭിധം എന്താണോ ആ കർമ്മയോഗം എന്ന് പറയപ്പെടുന്നത്, തത്ത് ദൂരേത്യഫലം, അത് വളരെ കാലം കഴിഞ്ഞ് മാത്രം ഫലം നൽകുന്നതാണ്. പെട്ടെന്ന് അതിൻ്റെ ഫലം കിട്ടില്ല എന്നാണ്. പുനഃ പിന്നെയോ യത് ഔപനിഷദജ്ഞാനോപലഭ്യം, ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടുന്ന തത്വജ്ഞാനം, ഉപനിഷജ്ഞാനം, വേദജ്ഞാനം, ഇതൊക്കെ തത്തു അവ്യക്തതയാ ചിത്തസ്യ സുദുർഗമതരം. അത് ഇന്ദ്രിയപ്രത്യക്ഷമല്ല. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണെന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾക്ക് മനസ്സിലാവില്ല. ഇന്ദ്രിയ പ്രത്യക്ഷമല്ല, ഇന്ദ്രിയ ഗോചരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മനസ്സിന് ചിത്തസ്യ സുദുർഗമതരം, മനസ്സിന് പിടികിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഹേ വിഭോ, ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ, അതിസമർത്ഥനായിരിക്കുന്ന, എല്ലാത്തിനും കഴിവുള്ള ഈശ്വരീയതയും സ്വാമിത്വവും ചേർന്ന് നിൽക്കുന്ന ഭഗവാനെ, അതുകൊണ്ട് തസ്മാൽ ത്വത് പ്രേമാത്മക ഭക്തിയേവ സതതം സ്വാദീയസി, അതുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പ്രേമാത്മക ഭക്തി തന്നെയാണ് എപ്പോഴും അതിമധുരമായിട്ടുള്ളത്. നിഷ്കാമമായ ഭക്തി ശരിയാണ്, എന്നാൽ സകാമമായ ഭക്തി പോലും സ്വാദീയസി ശ്രേയസി എന്നാണ്. അത് അതിമധുരമാണ്, സ്വാദേറുന്നതാണ്, ശ്രേയസ്കരവുമാണ് എന്ന് പറയുന്നു. കാലാന്തരത്തിൽ വന്നു ചേരുന്ന ഫലമല്ല ഭക്തിയുടെ. അപ്പം അതുകൊണ്ട് ഈ കർമ്മയോഗത്തെക്കാൾ ഏറ്റവും നല്ലത് എന്താണ്? ഭക്തിയാണ്. ജ്ഞാനയോഗത്തെക്കാൾ നല്ലതും ഭക്തിയാണ്. സാധാരണ ആളുകൾക്ക് ആ പ്രേമാത്മകമായ ഭക്തി ഏവ സതതം സ്വാദീയസി ശ്രേയസി. ആദിമധ്യാന്തം മധുരതരമാണ് ഭക്തി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കർമ്മത്തിന് ഒരുപാട് ദ്രവ്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും, ധനം വേണം, എങ്കിലൊക്കെ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. ജ്ഞാനത്തിനാവട്ടെ അതികഠിനമായ നിഷ്ഠകളൊക്കെ ആവശ്യമാണ്. എന്നാൽ ഭഗവാന്റെ ഗാനം പാടുക, ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക തുടങ്ങിയ ഭക്തിയുടെ തലത്തിലേക്ക് വരുമ്പോൾ അത് ആദിമധ്യാന്തം ആനന്ദത്തെ നൽകുന്നതാണ്, മാധുര്യത്തെ നൽകുന്നതാണ്. അതുകൊണ്ടാണ് പട്ടേരിപ്പാട് പറഞ്ഞത്, കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ത്വൽപ്രേമാത്മക ഭക്തി, അവിടുത്തെ ആ അങ്ങയെക്കുറിച്ചുള്ള പ്രേമാത്മക ഭക്തി, അതാണ് ഏറ്റവും മധുരതരമായിട്ടുള്ളത്, ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് എന്ന് പറയുന്നു. ഇനി കർമ്മജ്ഞാനയോഗങ്ങൾ വളരെ കാലം കഴിഞ്ഞ് ഫലം ലഭിക്കുന്നതും അത് കിട്ടാൻ പ്രയാസമാണ് എന്നും പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇനിയുള്ള അടുത്ത ശ്ലോകത്തിലൊക്കെ പട്ടേരിപ്പാട് വർണ്ണിക്കുന്നത്. ഇപ്പോൾ ഈ ശ്ലോകം ചൊല്ലി ശ്രീഹരിയ പരിഭാഷ പാടി സമർപ്പിക്കാം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യൽകർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനാ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വൽപ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമമായി കർമ്മയോഗ ധർമാചരണം അസാധ്യം ബ്രഹ്മജ്ഞാനപദമഹോ ഏറെ ദുഷ്കരം പ്രേമഭാവം നിറയുന്ന
ഭക്തി എന്നും ശ്രേയസ്കരം മധുരതരവുമെന്നു അറിയുന്നു ഞാൻ. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ ശ്രീകൃഷ്ണ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.